കക്കാൻ പോകുന്നതിന് മുമ്പേ അവൻ വിളിച്ചു പറയും അവൻ കക്കുന്നു. ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ കക്കും. ഭരണത്തിലിരിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. പരമാവധി വോട്ടുകൾ ഇല്ലാതാക്കി. ഇപ്പം എൻ്റെ വീട്ടിൽ പോലും ഒരു മകളുടെ വോട്ടില്ല. പട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി അപ്പോൾ കൃഷ്ണകുമാർജി തന്നെയായിരിക്കില്ലേ? ഏതൊരു രാഷ്ട്രീയക്കാരനെ പോലെ ഞാൻ ചിന്തിക്കുന്നത് നാളെ വിജയിക്കണം, സ്ഥാനമാനങ്ങളിൽ എത്തണം എന്ന് ആഗ്രഹിക്കും. പലരും പറയില്ല. ആനയുടെ കല്യാണ സമയത്ത് കൃഷ്ണകുമാർ MLA എന്ന പദവിയായിരിക്കുമോ? അത് അവർക്ക് യോഗമുണ്ടെങ്കിൽ അത് എനിക്ക് അടിച്ചു കിട്ടും. ഇവിടെ ആരായിരിക്കും മേയർ? മുൻ DGP ആയിരുന്ന ശ്രീമതി ശ്രീലേഖ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് പറയും? ഒറ്റ വാക്കിലുത്തരം. ലോക നേതാവ്. കേരളത്തിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് BJP. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്യുഗ്ര വിജയമാണ് BJP നേടിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നത് BJP ആണ്. അപ്പോൾ അത്രയും വലിയൊരു വിജയം നേടണമെങ്കിൽ അതിന് പിന്നിൽ കുറച്ച് നേതാക്കളുടെ വലിയൊരു പ്രവർത്തനം ഉണ്ടാകണം. അങ്ങനെയൊരു നേതാവാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. മറ്റാരുമല്ല, കൃഷ്ണകുമാർജിയാണ്. നമസ്കാരം. നമസ്കാരം. ശരിയാ. ഈ മാറാത്തത് മാറുമെന്നാണ് പറഞ്ഞത്. മാറാത്തത് മാറിയല്ലേ? മാറിയതിനേക്കാൾ മാറ്റിയെടുത്തതാണ്. ആ മാറ്റിയതിന് പിന്നിൽ വളരെ വലിയ ശ്രമമുണ്ട്. വെറുതെ നമ്മുടെ ശാരീരിക ശ്രമം മാത്രമല്ല, അതിന് ധാരാളം ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്നൊരു വ്യക്തി ഇവിടെ വരുമ്പോൾ ഇപ്പോൾ പറയാം, അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പരിചയമില്ല, രാഷ്ട്രീയക്കാരനല്ല. ഞാൻ പറയുന്ന എല്ലാ മേഖലകളിൽ നിന്നും വ്യക്തികൾ രാഷ്ട്രീയത്തിലോട്ട് വരണം. അത് ഡോക്ടർമാരായിക്കോട്ടെ, ലോയേഴ്സ് ആയിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, ഏത് രംഗത്ത് നിന്നും ആൾക്കാർ വരണം. കാരണം പഴയ ഒരു കൺവെൻഷണൽ രീതി മാറിയിട്ട് നമുക്കിനി എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് പരിചയമുള്ള ഇവിടെ വരണം. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. അതിലെല്ലാവരും പങ്കാളികളാവണം. ഏത് തരത്തിലുള്ളവരാരും പങ്കാളികളാവണം. ആ പങ്കാളികളുടെ മാറ്റം, ഇപ്പോൾ ഞാനൊക്കെ സിനിമാ മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ്. ഇപ്പോൾ DGP ശ്രീലേഖ പോലീസ് രംഗത്ത് നിന്ന് വന്നതാണ്. ഇതെല്ലാവരും കൂടി കൂട്ടായ ശ്രമം. പിന്നെ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ പറഞ്ഞറിയിക്കാനാവാത്ത വലിയൊരു ശ്രമമുണ്ട്. രാത്രിയും പകലുമെന്നില്ലാതെ വർക്ക് ചെയ്ത കൂട്ടായ്മയുടെ വിജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വൻപിച്ച വിജയം. കൃഷ്ണകുമാർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ 1.5 മാസക്കാലം ഉണ്ടായിരുന്ന പ്രചാരണം, അതിൽ എല്ലാ വാർഡുകളിലും കൃഷ്ണകുമാർജിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഓടി നടന്ന്? നമുക്ക് ഞാൻ 2 ഇലക്ഷനിൽ നിന്ന് തോറ്റൊരാളാണ്. അപ്പോൾ ജയിക്കണം എന്നൊരു അസാമാന്യമായ ത്വരയുണ്ട്. അത് ഞാൻ തന്നെ ജയിക്കണം എന്നല്ല, പാർട്ടി ജയിച്ചാൽ മതി. പാർട്ടി എങ്ങനെ ജയിക്കുന്നത്? ഓരോ പ്രവർത്തകരും അറിഞ്ഞങ്ങോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയിച്ചേ പറ്റൂ. അപ്പോൾ എന്തു വെച്ചാൽ ഓരോ പ്രവർത്തകനെ പോലെ സാധാരണ ഒരു പ്രവർത്തകനാണ് ഞാനും. പിന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു എല്ലാ വാർഡുകളിലും എങ്ങനെയും എത്തണം. കാരണം ഓരോ സ്ഥലത്ത് ഓരോ സ്ഥാനാർത്ഥിയുണ്ട്. ഈ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം വിഭാവനം ചെയ്യുന്നൊരു ഭാരതമുണ്ട്. ആ ഭാരതത്തിൻ്റെ ഭാഗമാണല്ലോ കേരളവും. അപ്പോൾ ആ ഭാരതം അതുപോലെ ആവണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രതിനിധികളാണ് ഇവിടുത്തെ ഓരോ സ്ഥാനാർത്ഥിയും. അപ്പോൾ അവരെ ജയിപ്പിക്കാൻ ഓരോ പ്രവർത്തകനും അവൻ്റെ കടമയുണ്ട്. ആ കടമ മറ്റുള്ളവരെ പോലെ ഞാനും നിറവേറ്റി. പിന്നെ ഒരു ആവേശം എൻ്റെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലാണ്. ചെറുപ്രായം തൊട്ടേ എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി രാവും പകലും നോക്കാതെ, മഴയും വെയിലും പ്രശ്നമാക്കാതെ എത്തിയപ്പോൾ അവരുടെ ഊർജ്ജവും കൂടി തിരിച്ച് എനിക്കും കൂടി ഈ കൂട്ടായ പ്രവർത്തനം, ഇതിനൊക്കെ അവസാനം റിസൾട്ട് കിട്ടി. അതെനിക്ക് തരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തത്. അതുകൊണ്ട് ഇനിയും മറ്റുള്ളവരെ ജയിപ്പിക്കാൻ ഞാൻ പരമാവധി ഓടും. ഈ സന്തോഷം അവിടെ നിൽക്കട്ടെ. മറ്റൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഈ എന്തുകൊണ്ടാണ് പിടിച്ച സീറ്റുകൾ BJPയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്? അതെന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണത്തിലിരിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. പരമാവധി വോട്ടുകൾ ഇല്ലാതാക്കി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോലും ഒരു മകളുടെ വോട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ലിസ്റ്റ് നോക്കിച്ചാൽ എല്ലാവരും ഉണ്ട് എന്ന് പറയും, ഒരാളുടെ കട്ട് ചെയ്തിരിക്കും. ഇതുപോലെ ഓരോ വീടുകളിൽ നിന്ന് അവർക്കറിയാം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടാത്ത വോട്ടുകളാണ്. അങ്ങനത്തെ വീടുകൾ തെരഞ്ഞു പിടിച്ച് വോട്ട് കട്ട് ചെയ്തിരിക്കുന്നു. 2, BJP സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന വാർഡുകൾ, ഉദാഹരണത്തിന് ഇവിടെ PTP നഗർ നിയമമണ്ഡലത്തിൽ ഞാൻ വിട്ടുപോയി, അവിടെ മോഹൻ ചേട്ടനായിരുന്നു, കുരിയാത്തി, ഇതെല്ലാം വെട്ടിമാറ്റിയിരിക്കുന്നു. വാർഡുകൾ വിഭജിച്ചിരിക്കുന്ന എങ്ങനെ നിങ്ങൾ നോക്കുക. BJP ഭൂരിപക്ഷം നിൽക്കുന്ന ആൾ പണ്ട് വാർഡിനെ ഇങ്ങനെ മുറുക്കി, ഇതിങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് വീടുകൾ നോക്കി കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം BJP വോട്ടുകൾ മാറ്റി, എന്നിട്ടാണ് ഈ 50 സീറ്റുകൾ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് കയ്യിൽ നിന്ന് പോയതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ 100-200 വോട്ടുകൾക്ക് ജയിച്ച സ്ഥലത്ത് ഇവർ ഈ വോട്ട് മാറ്റിക്കളഞ്ഞു.
എന്നിട്ട് അവരുടെ ആൾക്കാരെ കൂട്ടിച്ചേർത്തു. എന്നിട്ട് പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, 50 ആയെങ്കിൽ ഇതൊന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നെങ്കിൽ 70 സീറ്റിൽ BJP നിന്നു. ഈ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ടീമാണ് ഇപ്പോൾ ഈ BJPയുടെ ഈ സംസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, നോക്കുന്നതുമൊക്കെ. പക്ഷേ ഒരു വിഭാഗം പറയുന്നത് അദ്ദേഹത്തിന് നേതൃപാഠവുമില്ല, അദ്ദേഹത്തിൻ്റെ കീഴിൽ BJP ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം വന്നപ്പോൾ അങ്ങനെയല്ല. എങ്ങനെയുണ്ട് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ആ ഒരു നേതൃപാഠം? ആരാണ് രാജീവ് ജി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? ആലോചിക്കുക. ഇന്ത്യയിൽ ഒരിക്കലും BJP വരില്ലെന്ന് പറഞ്ഞു. അവിടെ മാറാത്തതിനെ മാറ്റിയവരാണ് ഡൽഹിയിലിരിക്കുന്നത്. അവർ അയച്ച ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ചുമ്മാ ഒന്നും ആരെയും അയക്കത്തില്ല. അപ്പോൾ അവർ കൃത്യമായ ഒരാളെ അയച്ചു. അവരെന്തുദ്ദേശിച്ചോ ആ സാധനം അദ്ദേഹം തിരിച്ചു കൊടുത്തിരിക്കുന്നു സമ്മാനമായിട്ട്. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി നരേന്ദ്രമോദിജി ട്വീറ്റ് ചെയ്തിരിക്കുന്നു. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാന ജില്ല പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനം പിടിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ഡൽഹി ജയിക്കുന്നത് പോലെയാണ് തിരുവനന്തപുരം ജയിക്കുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച എന്താണ് കേരളത്തിൽ സംസാരിക്കുന്നത്? ബാക്കി അവിടെ അവർ പിടിച്ചു ഇവർ പിടിച്ചു, പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയിരിക്കുന്ന ഈ കോട്ടമണിന്ന ചർച്ചയായിരിക്കുന്നു BJPയുടെ മുന്നോട്ടവും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ അയക്കുന്നതിൻ്റെ പിന്നിൽ അവർ വെറുതെ അയച്ചല്ല, വളരെയധികം റിസർച്ച് നടത്തി അയച്ചിരിക്കുന്നു. അദ്ദേഹം ആ പ്രതീക്ഷ പോലെ തന്നെ വിജയം നേടിക്കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് വലിയൊരു മുന്നേറ്റത്തിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ കാണാം. തുടക്കമേ ആയിട്ടുള്ളൂ എന്ന് കൃഷ്ണമാജി പറഞ്ഞു. അപ്പോൾ ഇനി നിയമസഭയിലേക്ക് വരുമ്പോഴും വമ്പൻ വിജയം നേടുമെന്ന് ഉറപ്പല്ലേ? അതിന് വേറെയും പല കാരണങ്ങളും കൂടി വരും നിയമസഭയാകുമ്പോൾ. ഇപ്പോൾ SIR അത് 12 സംസ്ഥാനങ്ങളിൽ വരാൻ പോവുക. SIR പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യം തിരഞ്ഞെടുപ്പ് നടന്നത് ബീഹാറിലാണ്. അവിടെ BJP പോലും കണക്ക് കൂട്ടാത്ത വിജയം കിട്ടിയിരിക്കുന്നു. 243-ൽ 202 സീറ്റ് നേടിയാണ് വിജയിച്ചിരിക്കുന്നത്. എന്താണ് SIR? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ. അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നു. 23 വർഷമായി വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചിട്ട്. ബീഹാറിൽ ശുദ്ധീകരിച്ചപ്പോൾ അതിൽ 58 ലക്ഷം വോട്ടർമാർ ലിസ്റ്റിലുണ്ടായിരുന്നവർ പുറത്തായി. കാരണമെന്താ? 3 കാരണങ്ങൾ. ഒന്ന്, മരണമടഞ്ഞവർ. അവരുടെ പേര് ഇപ്പോഴും ലിസ്റ്റിൽ കിടക്കുന്നു, പലരും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇലക്ഷൻ തീയതി ആകുമ്പോൾ ആത്മാക്കൾ വന്ന് വോട്ട് ചെയ്യുകയാണ് അവിടെ, അത് തീർന്നു. 2, ഇരട്ട വോട്ടുകൾ. അത് സ്വാഭാവികമാണ്, വീട് മാറുമ്പോൾ ഇത് ക്ലിയർ ചെയ്യേണ്ട ആരായിരുന്നു? സർക്കാരുകൾ ചെയ്തില്ല. 3-മത്തതാണ് ഏറ്റവും അപകടകരമായ കാര്യം. തീവ്രവാദ സ്വഭാവമുള്ള ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. ഈ 3 പേരെയും വെളിയിലാക്കിയപ്പോൾ ഭാരതത്തിൻ്റെ ശരിയായ വോട്ടർമാർ, ദേശസ്നേഹികളുടെ വോട്ട് മാത്രം വീണപ്പോൾ അവിടെ BJP തൂത്തുവാരി. അടുത്തത് 12 സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ കണക്ക്, ഇന്നത്തെ പത്രങ്ങൾ വായിച്ചാൽ മതി, 25 ലക്ഷം പേര് ലിസ്റ്റിലില്ല. അതിൽ തിരുവനന്തപുരത്ത് 4,36,000 ചില്ലുവാനം പേരാണ്. ശരി, ചിലപ്പോൾ ഇനി SIR ഫോമുകൾ മുഴുവൻ എത്തിയിട്ടില്ല എന്നൊക്കെ പലരും പറയും. 99.7% ഫോമുകൾ കൊടുത്തത് തിരിച്ചെത്തിക്കഴിഞ്ഞു. അങ്ങനെ നോക്കിയാൽ ഇത് കരടായിരിക്കും, ചിലപ്പോൾ ഇതിൽ വ്യത്യാസങ്ങൾ വരാം. ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ ആറ്റിങ്ങൽ ഉൾപ്പെടുമ്പോഴത്തേക്ക് 14 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഓരോ നിയമസഭയിലും 30,000 വോട്ടിൻ്റെ വ്യത്യാസം വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതാരാണ് ഇത്ര നാൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്? ഈ വോട്ടുകൾ മാറിക്കഴിഞ്ഞാൽ ആരാണ് എൻ്റെ ഗുണഭോക്താവ്? കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും അല്ല പോകാൻ പോകുന്നത് ഇത്തരം വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും. അപ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, വലിയ മാറ്റങ്ങൾ. പക്ഷേ SIRമായി ബന്ധപ്പെട്ട് SIR വേണ്ട എന്നാണ് പ്രതിപക്ഷം സഹിതം പറയുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നത് SIR നമ്മുടെ നാട്ടിൽ വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടായിട്ടും അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ എതിർക്കുന്നത്? ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകുന്ന, നാടിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളല്ലേ. പക്ഷെ ജനങ്ങളോട് അവർ പറയുന്നത് നേരെ തിരിച്ചാണ്. അല്ല, ഗുണഭോക്താവ് ആരാണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. ഇത് മുൻകൂട്ടി കണ്ടാണ് ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഒരു നറേറ്റീവ് ഉണ്ടാക്കി വിട്ടത്. ആക്ച്വൽ വോട്ട് ചോരി നടത്തിക്കൊണ്ടിരുന്നത് ആരാണ്? ഈ 2 കൂട്ടരാണ്. ഈ ചില കള്ളന്മാർക്കൊരു ബുദ്ധിയുണ്ട്. അവൻ കക്കാൻ പോകുന്നതിന് മുമ്പേ അവൻ വിളിച്ചു പറയും, ദേ അവൻ കക്കുന്നു എന്ന്. ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ കക്കും. ഇതാണ് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവർ ഈ ബാലറ്റ് ബോക്സ്, ഇത്തരം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാലറ്റ് പേപ്പറിലായിരുന്നല്ലോ ഒരു കാലത്ത് വോട്ട് നടന്നുകൊണ്ടിരുന്നത്. അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ എന്താ നടന്നുകൊണ്ടിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ കൗണ്ടിങ് ദിവസം തൊട്ട് ഒരാഴ്ചക്കകത്ത് 400 പേര്
കൊള്ളിവെപ്പിലും അക്രമത്തിലും മരിക്കുന്നു. എന്തുകൊണ്ടായിരുന്നു? ഈ ബാലറ്റ് പേപ്പർ മൊത്തമായിട്ട് അടിച്ച് വീടുകളിൽ പോയി വരുന്നു, വ്യാജമായിട്ട് എണ്ണി വോട്ടുണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതിലോട്ട് തിരിച്ചു കൊണ്ടുപോകാനാണ് ഇവർ വേണമെന്ന് പറയുന്നത്. ഇവർ പറയുന്നത് ഈ ബാലറ്റ് മെഷീനിൽ തകരാറുണ്ടെന്ന്. 2014 മോഡി സർക്കാർ വരുമ്പോൾ 2013 അവസാനം വരെ ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? കോൺഗ്രസ് സർക്കാരില്ലേ. അപ്പോൾ മോഡി സർക്കാർ മെഷീനിൽ എന്ത് കാണിച്ചു എന്നാണ് പറയുന്നത്? അപ്പോൾ തോൽവി അംഗീകരിക്കില്ല. ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് BJP തിരുവനന്തപുരത്ത് ജയിച്ചിട്ടും വോട്ടിംഗ് മെഷീനെ പറ്റി കുറ്റം പറയാത്തതെന്നറിയോ? കാരണം കേരളത്തിൽ പല സ്ഥലത്ത് UDF ജയിച്ചു, അപ്പോൾ അവർക്ക് പറയാൻ വയ്യ. കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നു, അവിടെ മെഷീന് തകരാറില്ല. അപ്പോൾ ഇത് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇതൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വരി SIR വന്നാൽ അതിൻ്റെ ഗുണഭോക്താവ് ആരാന്ന് ഇവർക്കറിയാം. ശരിയായ വോട്ടർമാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേശസ്നേഹികൾ വോട്ട് ചെയ്യുന്ന ആർക്കാണെന്നറിയാം. വോട്ട് ചെയ്താൽ അത് BJP ഗുണഭോക്താവോ. അതുകൊണ്ടാണ് ഇവർ ഓടിച്ചാടി പോകുന്നത്. എവിടെ പോയാലും തോൽക്കാൻ പോകുന്ന കേസാണെന്ന് എല്ലാവർക്കും അറിയാമുണ്ട്. SIR വരും, SIRൻ്റെ ഗുണഭോക്താക്കൾ യഥാർത്ഥ ഭാരതീയർക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ BJP അതിശക്തമായ മുന്നേറ്റം ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും BJP അക്കൗണ്ട് തുറക്കും, സംശയമില്ല. അക്കൗണ്ട് തുറക്കുന്നതിൽ സംശയം ഇപ്പോൾ ആർക്കുമില്ല. എത്ര സീറ്റ് കിട്ടുന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ഇല്ല, അക്കൗണ്ട് തുറപ്പിക്കില്ല, പൂട്ടിക്കും, വീണ്ടും പൂട്ടിക്കും, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അല്ല, ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ്. അതുകൊണ്ട് ആർക്കും എന്തും പറയാം. എനിക്കും പറയാമല്ലോ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പറയുന്നതിനെ ഖണ്ഡിക്കുന്നൊരു പലരും കാണും. ഇയാൾക്ക് എന്തെത്ര ഉറപ്പ് ഇത്ര സീറ്റ് കിട്ടുന്നു. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഒരു കാലത്ത് ലോക്സഭയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. 2 സീറ്റുണ്ടായിരുന്നപ്പോൾ പരമാവധി പരിഹാസമായിരുന്നു. ഇന്ന് പരിഹസിച്ചവർ, അന്ന് അവർ പറഞ്ഞ് സൈക്കിളിൽ വരാൻ പറ്റുന്നു BJPക്കാർക്ക്. ഇന്ന് അവർക്ക് സൈക്കിൾ പോലും വേണ്ട, നടന്നു വരാം, ഒരാളും രണ്ടാളും ഒക്കെ ആയി തുടങ്ങി. അതുപോലെ ഒരിക്കലും താമര വിരിയിക്കില്ല എന്ന് പറഞ്ഞു. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് 50 താമരയാണ് വിരിയിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ മാറ്റത്തിന് എപ്പോഴും എതിർക്കും, മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഹ്യൂമൻ മൈൻഡ്സ് റെസിസ്റ്റ് ചേഞ്ച് എന്ന് പറയും. അതായത് ഈ ചേഞ്ച് വരാതിരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് എൻ്റെ താഴെ കമൻസ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലെന്ത് ജയം, പല സ്ഥലത്തും 50 വോട്ടിനാണ് ജയിച്ചത്, 60 വോട്ടിനാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ ഇവിടെ കവടിയാർ കോർപ്പറേഷൻ ജയിച്ചത് 1 വോട്ടിനാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കണ്ടോ, 1 വോട്ട് ജയം നമുക്കാണ്. അപ്പോൾ അതുപോലെ ഒന്ന് നമ്മൾ പരാജയപ്പെടുമ്പോൾ ആ പരാജയം അംഗീകരിക്കുക, അവിടെ ജയിച്ചവരെ നമ്മൾ അഭിനന്ദിക്കുക. ഇതാദ്യം പഠിക്കുക. ഇതിന് പകരം തോൽക്കുമ്പോൾ തോൽവി അംഗീകരിക്കാനും പറ്റുന്നുണ്ട്, മറ്റുള്ള വിജയത്തിൻ്റെ കാരണങ്ങൾക്ക് പല ന്യായീകരണങ്ങൾ കണ്ടെത്തും. ഇതിങ്ങനെ തുടരും. കേരളത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് BJP. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ നിയമസഭയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർജി നിയമത്ത് മത്സരിക്കുമെന്ന് പറയുന്നു, കഴക്കൂട്ടത്ത്. അതുപോലെ തന്നെ V മുരളീധരൻ സാർ മത്സരിക്കുമെന്ന് പറയുന്നു. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി അപ്പോൾ കൃഷ്ണകുമാർജി തന്നെ ആയിരിക്കില്ലേ? പല വാർത്തകളിലും ഇത് വരുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് സ്ഥാനാർത്ഥി, മണ്ഡലം, ഇതെല്ലാം BJP പാർട്ടിയുടെ നിയമാനുസൃതമായിട്ട് പാർട്ടിയിൽ ഈ പേരുകൾ ചർച്ച ചെയ്ത് പാർലമെൻ്ററി ബോർഡ് പറഞ്ഞ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരെവിടെ മത്സരിക്കണം. ഒന്ന് സ്വാഭാവികമായിട്ട് ചോദ്യം വരാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ജീവിക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. ഇപ്പോൾ എൻ്റെ ഓഫീസ്, നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ഈ ഓഫീസ് പോലും പേരൂർക്കട അമ്പലമുക്കലാണ്, അത് വട്ടിയൂർക്കാവിലാണ്. എൻ്റെ വീട്, എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ. സ്വാഭാവികമായിട്ട് 25 കൊല്ലമായിട്ട് ജീവിക്കുമ്പോൾ എൻ്റെ ബന്ധങ്ങൾ മുഴുവൻ ഇവിടുത്തെ കാര്യമായിട്ടാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകരായിക്കോട്ടെ, സ്കൂള്, ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, ഇവരൊക്കെ ആയിട്ട് നിത്യബന്ധത്തിലിരിക്കുന്നു. പിന്നെ പാർട്ടി പ്രവർത്തനങ്ങളുള്ളപ്പോൾ നമ്മൾ എന്നും പലരുമായി നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് ഒരു കാൻഡിഡേറ്റിൻ്റെ പേര് പൊങ്ങി വരുമ്പോൾ നമ്മുടെ പേര് വരുന്നു. ഇപ്പോൾ ഐശ്വര്യ പറയുന്നു എൻ്റെ പേരല്ലേ, അത് സ്വാഭാവികമായിട്ടും വരുന്നത്. ഇപ്പോൾ കഴക്കൂട്ടം തന്നെ എന്തുകൊണ്ടാണ് മുരളീധരൻ്റെ പേര് പറയുന്നത്? അദ്ദേഹം അവിടെ കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിൽ പൊന്തി വന്നു? അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് ഇത്തരം പ്രവർത്തിക്കുന്നവർക്ക് വോട്ടുകൾ വരും. അപ്പോൾ അങ്ങനെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇവിടെ ഇല്ല, വേറെ സ്ഥലത്ത് പോകാൻ പറഞ്ഞു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ എന്നോട് കൊല്ലത്ത് പോകാൻ പറഞ്ഞു. ഞാൻ പോയി വർക്ക് ചെയ്യും. വർക്ക് ചെയ്തത് മാത്രമല്ല, ചെയ്യുന്നിടത്ത് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും. അന്ന് ഞാൻ തോറ്റെങ്കിലും അതിനകത്ത് ഞാനൊരു ജയം കണ്ടെത്തുന്ന വെച്ചാൽ 10-65 വോട്ട് കൂട്ടാൻ പറ്റി. അത് ആ ലോക്സഭ ജയിക്കാൻ ഉതകില്ല. പക്ഷേ ഇന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് കൂട്ടി 60,000 ഇന്ന് 40, 50, 60 ഓരോ വാർഡുകളിലും ഡിവിഷനിലും വന്നത്. പലർക്കും അത് ജയിക്കാൻ കാരണമായെന്ന് അവിടെ നിന്ന് എനിക്ക് ഓരോരുത്തർ എഴുതി അറിയിക്കുക. ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ വെച്ചിട്ട് ചേട്ടൻ്റെ വീഡിയോ എനിക്ക് ഞങ്ങൾ സഹായിച്ചു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു പ്രവർത്തകനാണ് ഞാൻ, സാധാരണ പ്രവർത്തകൻ. അങ്ങേയറ്റം സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഈ പ്രദേശത്ത് നിന്ന് വട്ടിയൂർക്കാവുണ്ട് ഇങ്ങനെ പേരുകൾ പൊന്തി വരും.
നാളെ നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ നിൽക്കും, ഇല്ല എങ്കിലില്ല. ആര് നിന്നാൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഒരു ജനപ്രതിനിധി അല്ല എങ്കിൽ പോലും ആ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ അതിനു വേണ്ടി ജീവിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ ഇങ്ങനൊരു പേര് എന്നാൽ പിന്നെ BJP സ്ഥാനാർത്ഥി ഇന്നയാളായിരിക്കും എന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും. നമ്മളുടെ പ്രവർത്തന മണ്ഡലത്തിൽ തന്നെ നമുക്ക് മത്സരിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. കാരണം അത്രയധികം ബന്ധങ്ങളുണ്ട്. ഞാനായിട്ട് തള്ളിക്കളയുന്നില്ല, പക്ഷേ ഇത് വീണ്ടും വീണ്ടും പറയുന്നു, പാർട്ടിയുടെ തീരുമാനമാണ് ഇതിനകത്ത് അന്തിമമായിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു 120-130 ദിവസമുള്ളൂ തെരഞ്ഞെടുപ്പിന്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി അധികം കാത്തു നിൽക്കേണ്ട. എനിക്കൊന്ന് ജാനുവരി മാസത്തിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മുടെ പേര് എവിടെയാണോ പാർട്ടി തീരുമാനം, വട്ടിയൂർക്കാവാണെങ്കിൽ എനിക്കും സൗകര്യം, ഇനി വേറെ എവിടെയെങ്കിലും ആണെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പറഞ്ഞതുപോലെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഒരു കടയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിലാണ് ഞാൻ കണ്ടത്. അതായത് ആ ഒരു ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്, കെ മുരളീധരൻ സാറുണ്ട്, അതുപോലെ കൃഷ്ണകുമാർജിയും ഉണ്ട്. അപ്പോൾ 3 രാഷ്ട്രീയ പാർട്ടികളാണ്, പക്ഷേ നല്ല സൗഹൃദമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഈ സൗഹൃദങ്ങൾ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നത്? ആരോടും ഒരു വിരോധവുമില്ല, എല്ലാവരോടും നന്നായി സംസാരിക്കാൻ കഴിയുന്നു. അതെങ്ങനെയാണ് ആ ഒരു സൗഹൃദം? അതിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മൾ വിദ്വേഷം നമ്മുടെ അകത്ത് വെച്ചാൽ നമുക്കാ ദോഷം വരുന്നത്. ഈ പണ്ട് പറയുമല്ലോ, എനിക്ക് ആരെങ്കിലും ദേഷ്യം വന്നിട്ട് അയാളെ കാണുന്നത് വരെ നമ്മുടെ വൈരാഗ്യം നിന്നിട്ട് അയാളുടെ അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പോൾ ഈ ഒരു കത്തുന്ന കൽക്കരി എടുത്ത് കയ്യിൽ വെക്കുന്ന പോലെ അത് അയാൾ വരാൻ വൈകും തോറും നമ്മുടെ കൈ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കും, ദേഷ്യം വെക്കരുത്, സ്നേഹം വയ്ക്കുക. ഇപ്പോൾ ശ്രീ ശിവൻകുട്ടി, അദ്ദേഹം ഇവിടുത്തെ മന്ത്രിയാണ്, എനിക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ശ്രീ മുരളീധരൻ ആയിക്കോട്ടെ, അദ്ദേഹം ഞങ്ങളുടെ MLA ആയിരുന്നു. അതിനൊക്കെ പുറമെ അദ്ദേഹത്തിൻ്റെ ലെഗസി നോക്കുക. കേരളത്തിൻ്റെ ഒരു കാലത്ത് ഏറ്റവും വലിയ നേതാക്കളിലായ ഒരാളായ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു ബഹുമാനവും ഇഷ്ടമുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വേദി വെച്ചിട്ടുണ്ടെങ്കിലും അവരും നമ്മൾ എന്ത് കൊടുക്കുന്നു അത് തിരിച്ചു വരും എന്ന് പറയും. അത് വളരെ സത്യമാണ്. പിന്നെ വ്യക്തി വിദ്വേഷം, വ്യക്തി പരാമർശം ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്താറില്ല. ഞാൻ പ്രത്യയശാസ്ത്രപരമായി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് മറ്റ് പാർട്ടികളെ വിമർശിക്കും, ചിലപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തിനെ നമ്മൾ വിമർശിക്കും. പക്ഷേ ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഞാൻ പേരെടുത്ത് ഒരിക്കലും വിമർശിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കുക, കൈയടി വാങ്ങിക്കാൻ ചിലപ്പോൾ നമ്മൾ വ്യക്തി പരാമർശം കൊണ്ട് കിട്ടുമായിരിക്കും. പക്ഷേ ലോങ് റൺ എന്നൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ ഭരണത്തിലിരിക്കുകയാണ് ഇടതുപക്ഷം, നമ്മൾ ഈ നേതാക്കളെ എല്ലാം പോയി കാണണം. എൻ്റെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വട്ടിയൂർക്കാവിലെ പല കാര്യങ്ങൾക്കും നടത്തിയെടുക്കാൻ ഞാൻ ഇവരത്ത് പോകും. കുട്ടികളുടെ അഡ്മിഷൻ, പല കാര്യങ്ങളായിക്കോട്ടെ, ഇന്ന് വരെ എൻ്റെ അടുത്ത് ആരും നോ പറഞ്ഞിട്ടില്ല, നടത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും എപ്പോഴും പറയും, വീണ്ടും ഞാനിത് ആരെങ്കിലും കാണുന്നുണ്ട് മനസ്സിലാക്കണം, രാഷ്ട്രീയത്തിൽ വളർന്നു വരുമ്പോൾ വ്യക്തി വിദ്വേഷം ഉണ്ടാക്കരുത്. വ്യക്തി പരാമർശങ്ങൾ, പ്രത്യേകിച്ച് നേതാക്കളുടെ മക്കൾ മറ്റവരെ പറ്റി പൊതു ഇടങ്ങളിൽ പരാമർശിക്കരുത്, പ്രസംഗിക്കരുത്. നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. നമുക്ക് എപ്പോഴാണ് ആളുടെ ആവശ്യം വരുന്നത് അറിയില്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് എവിടെ വെച്ച് ആരെ കണ്ടാലും തൊട്ടും കെട്ടിപ്പിടിച്ചും സംസാരിക്കാൻ പറ്റിയ ഏത് നേതാക്കളോടും. നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഒറ്റ പേര് പറയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്ത് പറയും? ഒറ്റ വാക്കിൽ ഉത്തരം. ലോക നേതാവാണ് ഒരു പ്രധാനമന്ത്രി. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ, പക്ഷേ ലോകത്തെ എല്ലാ നേതാക്കളും ഉറ്റുനോക്കുന്ന ഒരു നേതാവായി മാറിയിരിക്കുന്നു. അദ്ദേഹം വരുമ്പോൾ ആ വേദിയിൽ എല്ലാവരും കാത്തു നിൽക്കുന്നു, അദ്ദേഹത്തെ ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ സെൽഫി എടുക്കാൻ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. ഒരു കാലത്തും നമ്മുടെ ഒരു മുഖ്യമന്ത്രിമാർക്കും ഈ ഒരു വില ഒരിടത്തും കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ രാജ്യം ശക്തമാണെന്നാണ് വെളിയിൽ പോയി പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ബുദ്ധിമുട്ടിലാണ്, എന്തെങ്കിലും തരടേന്ന് കൈ നീട്ടുകയല്ല. എനിക്ക് വ്യക്തിപരമായ അനുഭവം എന്ന് വെച്ചാൽ 2021 ഓഗസ്റ്റ് 2 അദ്ദേഹം ഏപ്രിൽ 2 ഇവിടെ വരുമ്പോൾ വേദിയിൽ വെച്ച് ഞാനൊരു മെമ്മോറണ്ടം കൊടുത്തു. അന്ന് ഞാൻ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ തിരക്കിനിടയിൽ അദ്ദേഹം വാങ്ങിച്ചു, അവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിങ്ങനെ ബാക്കിലോട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൻ്റെ കൊടുത്തു. വേദി വിട്ടിറങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് ഗ്രീൻ റൂമിൽ കുറച്ച് ചർച്ച ചെയ്തിട്ട് ഇറങ്ങുന്നത്. ഇത് അദ്ദേഹം പുറപ്പെട്ട് കഴിഞ്ഞിട്ടുടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇലക്ഷൻ ക്യാമ്പയിന് പോകരുത്, എനിക്ക് നിർദ്ദേശം വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 മന്ത്രിമാരെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഒന്ന് ശ്രീ മുരളീധരൻ, 2 പ്രഹ്ലാദ് ജോഷി. ഈ 2 പേരും ഈ കടപ്പുറത്ത്, അതായത് മിനി ഫിഷിംഗ് ഹാർബർ വലിയ തുറയിൽ കൊണ്ടുവരാനുള്ളൊരു പ്രോജക്റ്റാണ് കൊടുത്തത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു ഇലക്ഷൻ തിരക്കിൽ വരുന്ന ഒരു പ്രധാനമന്ത്രി ഈ രീതിയിൽ പെരുമാറും. രാവിലെ ഇലക്ഷൻ നിർത്തിവെച്ചു, അവിടെ ചെല്ലുന്നു, അവിടുത്തെ പ്രതിനിധികൾ, അതിനകത്ത് BJP-ക്കാർ കുറവാണ്, കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരെ ഇരുത്തി. ഡിക്രൂസേട്ട് എന്ന് പറയും, അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെ ഇരുന്ന് സംസാരിച്ചത്.
എന്നിട്ട് ഈ വിഷയം ഇലക്ഷൻ സമയമായതുകൊണ്ട് ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്റ്റിലുണ്ട്, പ്രഖ്യാപനം പറ്റില്ല, നമുക്ക് ആലോചിച്ചിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് പറയാമെന്ന് പറയുന്നു. അവിടെ നിൽക്കട്ടെ. 2, ഇത് കഴിഞ്ഞാണ് ഡൽഹിയിൽ അദ്ദേഹത്തെ ഒക്ടോബർ 19 കാണുന്നത്. കണ്ട് ആദ്യ ഒരു ചോദ്യം കഴിഞ്ഞ് രണ്ടാമത് ചോദിച്ചത് എന്തായി ആ മിനി ഫിഷിംഗ് ഹാർബറിൻ്റെ പ്രോഗ്രസ്. അത്രയും ഓർമ്മശക്തി. അവിടെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്. മേ ബി പറയാം, ഇത് കേൾക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ബ്രീഫ് ചെയ്ത് കൊടുത്തു, ആയിക്കോട്ടെ, അതിൽ നിന്ന് ഈ ചോദ്യം എടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അന്ന് പരശോത്തം റുപാല എന്ന മിനിസ്റ്റർ, എന്തായി പരശോത്തം റുപാലയുടെ ഓഫീസിൽ? ഞാൻ പറഞ്ഞു ഇത്രാം തീയതി വരുന്നുണ്ട്, ഓക്കെ, അതിവിടെ എന്നെ അറിയിക്കണമെന്ന്. പരശോത്തം റുപാലജി ഇവിടെ വന്നു, ഈ സ്ഥലങ്ങൾ കണ്ടു, ഈ കാര്യങ്ങൾ മുഴുവൻ മുന്നോട്ട് നീക്കി. അവസാനം ഇത് ഇടിച്ച് നിൽക്കുന്ന എവിടെയാണ്? സ്ഥലം വേണം. ഈ ഫിഷിംഗ് ഹാർബറിന് സ്ഥലം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവിടെ നിന്നു. ഇതാണ് വിഷയം. കാരണം അങ്ങനെ അനുവദിച്ച് കൊടുത്തത് കൊണ്ടെന്ന് കഴിഞ്ഞാൽ BJP വ്യക്തിയായ കൃഷ്ണകുമാർ കൊണ്ടുവന്നതുകൊണ്ട് ഇത് BJP ഗുണം ചെയ്യുന്നുള്ള ഒരു ഇത് വന്നു. ആ പരിപാടി അവിടെ നിന്നു. എന്തു ചെയ്യും? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ചെയ്യാൻ കഴിയുന്നത്, അത് നമ്മുടെ കയ്യിൽ സ്ഥാനം വേണ്ട, ചുമതല വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു ദിവസം അതവിടെ സംഭവിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ ജീവനോട് ഉണ്ടാവണമെന്നില്ല. ഭാഗ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ജീവനോട് ഇരിക്കുമ്പോൾ നടക്കും, കാണാൻ കഴിയും. എന്തായാലും മോദി എന്ന വ്യക്തി ഈ തോളിൽ തട്ടുന്ന രീതിയിലൊരു ബന്ധം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല, പ്രകൃതിയുടെ ഒരു സംഭവമാണ്. കാരണം നമ്മളെപ്പോഴും സിൻസിയറായിരിക്കണം. ഞാൻ 5 തവണ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഈ 5 തവണയും എൻ്റെ കുടുംബകാര്യങ്ങളോ എൻ്റെ മക്കളുടെ കാര്യമോ ഭാര്യയുടെ കാര്യം ഞാൻ പറയാറില്ല, എനിക്ക് പറയാൻ ഇഷ്ടമല്ല. പൊതു കാര്യങ്ങളുണ്ട്, ഞാൻ കത്തുകൾ കൊടുക്കും, ഞാൻ ഇവിടുത്തെ കുറേ സജഷൻസ് കൊടുക്കും. കാണുമോ വായിക്കുമോ എന്നൊന്നുമല്ല, ഞാൻ എൻ്റെ മനസ്സിൽ കാണും, ഇദ്ദേഹം ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, അവർ കാണും, ഇത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അതിൽ നടപടി എടുത്തിരിക്കും. നമ്മൾ നടപടി ഉണ്ടായോ ഇല്ലയോ നമ്മൾ വീണ്ടും 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 അയക്കുക. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊടുത്തിട്ടില്ല ഒരു കാര്യം ഇന്നവരെ നടക്കാതെ പോയിട്ടില്ല. ഇതിലൊന്നും ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് ഞാൻ പോയിട്ടുമില്ല, ഇനിയും അത് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യനിഷ്ഠ വെച്ചാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യെസ് എന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും. ഈ നമ്മളിവിടെ കാണുന്നത് ഈ നിവേദനം വാങ്ങി പുറകോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു എന്നുള്ളതാണ്. പക്ഷേ കൃഷ്ണകുമാർജി പറയുന്ന അനുഭവങ്ങൾ കേട്ടിട്ട് ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആര് എന്ത് കൊടുത്താലും അതെല്ലാം പരിഗണിച്ച് നാടിന് വേണ്ടി, അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രധാന സേവകൻ എന്ന് പറയാനും തന്നെയാണ് കാരണം. അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലെ ഓരോ മിനിസ്റ്റേഴ്സും ഇതേ രീതിയിലാണ് പോക്കുന്നത്. ഗഡ്കരിജി ആയിക്കോട്ടെ, ഞാൻ കണ്ടിട്ടുള്ള പ്രധാന മന്ത്രിമാരിൽ ജയശങ്കർജി, ഹർദീപ് സിംഗ് പുരി, ഇങ്ങനെ ഒരു സംഘമാണ്, പരശോത്തം റുപാലജി, ഇവിടുത്തെ എല്ലാം ഞാൻ പോയിട്ടുള്ള ഒരു കാര്യം നടക്കാതിരുന്നില്ല. ഗഡ്കരിജിയുടെ ഓഫീസിൽ നിന്ന് 100% ആണ് എൻ്റെ സക്സസ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ. ഈ മോദിജിയുടെ കാര്യം പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ 5 തവണ നേരിട്ട് കണ്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് എന്ത് ക്വാളിറ്റി അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് ആവണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണമായിരിക്കും, എന്തായിരിക്കും? അത് എനിക്കെന്നല്ലേ, ഇന്ന് ഭാരതം മുഴുവൻ നമ്മൾ നോക്കുക, ഈ മനുഷ്യൻ 4-5 മണിക്കൂറാകെ ഉറങ്ങുന്നത്. ഇത് എപ്പോഴാണ് ഉറങ്ങുന്നത് ഞാൻ എപ്പോഴും, കാരണം ഇദ്ദേഹത്തിൻ്റെ വിദേശ യാത്ര എന്ന് നോക്കുക, ആ രാജ്യത്ത് പകലാണെങ്കിൽ അതനുസരിച്ച് ടൈമിംഗ് അറേഞ്ച് ചെയ്യും. അതായത് ഇവിടെ നിന്ന് വിടുമ്പോൾ ഫ്ലൈറ്റിനകത്ത് ചർച്ച കഴിഞ്ഞ് ഉറങ്ങി അവിടെ ചെന്നാൽ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വിദേശത്തു നിന്ന് വരുന്നു, ഒരു 5-6 ദിവസം യാത്ര ചെയ്യും, വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് നോക്കുമ്പോൾ നേരെ പോകുന്നു, ഇന്നൊരു സൈറ്റിൽ പോകുന്നു, അവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ കാര്യം നോക്കുന്നു, അശ്വിനി വൈഷ്ണവദേവിൻ്റെ കൂടെ മറ്റേ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ അവിടെ നിൽക്കുന്നു. ഈ മനുഷ്യൻ എപ്പോഴാണ് ഉറങ്ങുന്നത്? യാത്ര യാത്ര യാത്ര. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു, 75 വയസ്സ് തികഞ്ഞ മനുഷ്യന് ഇത്രയും എനർജി ഉണ്ടെങ്കിൽ 57 വയസ്സായി എനിക്ക് ഇതിനേക്കാൾ ഞാൻ ഓടണമല്ലോ. കാരണം ആ ഒരു വ്യക്തി കാരണം ഇന്ന് ഭാരതത്തിൽ എന്ത് മാറ്റമുണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. ശത്രുക്കൾ പോലും അത് സമ്മതിക്കും. അതായത് ചെറുപ്പക്കാരുടെ കാര്യം പുള്ളി നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ മനസ്സ് അദ്ദേഹത്തിന് അറിയാം. യൂത്തിന് എന്താ വേണ്ടത്? സ്പീഡ്, സൗന്ദര്യം ഉള്ള കാര്യങ്ങൾ. നമ്മുടെ വന്ദേ ഭാരത് എന്ന ട്രെയിൻ, ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയിട്ട് പണ്ട് ട്രെയിനിൻ്റെ കൂടെ സെൽഫി എടുക്കാറുണ്ടോ? ഇല്ല. ഇന്ന് വന്ദേ ഭാരത് വരുമ്പോൾ സെൽഫി എടുക്കുക, അതിനകത്തിരുന്ന് ഫോട്ടോ. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാർ പണം മുടക്കാൻ മടിയില്ലാത്തവർ, യൂത്ത് എന്ന് പറയുന്നവർ വൈബ്രൻ്റാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല സംഭവങ്ങൾ, സ്പീഡിൽ പോകുന്ന സംഭവങ്ങൾ, അതിനകത്ത് തന്നെ വൃത്തിയുള്ള ഭക്ഷണം തരിക, വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ടാക്കുക, ഇതാണ് ചെറുപ്പക്കാരുടെ മനസ്സ്. എന്നാൽ മധ്യവയസ്കരുടെ അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ വേണം. അതായത് ഇപ്പോൾ കമ്മ്യൂട്ടേഷൻ എന്നൊരു സാധനമാണ്, ജോലി എടുക്കുന്നവരാണ്, ഇവിടെ നിറോളം പോയി വരുന്നത്, ഇവർക്കെല്ലാം പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് കാര്യം തീർത്തു വരണം. വയസ്സായവർക്ക് നോക്കുമ്പോൾ എന്താ, അവർക്ക് റിലാക്സ് ചെയ്യുന്ന ഒരു ലൈഫ് വേണം. അപ്പോൾ അവർക്ക് വേണ്ടത് എന്തൊക്കെയാണ്?
ഇത് ഓരോരുത്തരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ത്യ മുഴുവൻ ചെയ്യുകയാണ്. അതാണ് സബ്കാ വികാസ്, സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്. കാരണം എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന വികസനം കൊണ്ടാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയും. അതായത് ഒരു എക്സൽ സൈസ് അതെടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂ. ഒരു മെലിഞ്ഞാൾക്കും പറ്റില്ല, വണ്ണം കൂടിയ ആൾക്കും പറ്റില്ല. കറക്റ്റ് സൈസിന് മാത്രം എക്സലിൽ പറ്റും. അപ്പോൾ ഓരോരുത്തർക്കനുസരിച്ചുള്ള വികസനമാണ് പുള്ളി കണ്ടത്. അപ്പം നമ്മൾ പഠിക്കുന്ന വെച്ചാൽ ഇത്രമാത്രം ആ മനുഷ്യന് ചിന്തിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മനുഷ്യൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാം? ഞാൻ ഇത്ര ഭാഗത്തുനിന്ന് ഇത്ര ചെയ്തു കൊടുത്താൽ ഇതുപോലെ 1000 പേര് ചെയ്താൽ പുള്ളിയുടെ ജോലി കുറയ്ക്കാം. 10 മിനിറ്റ് പുള്ളി കൂടുതൽ കിടന്നോട്ടെ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ വിചാരിച്ചൊരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ ഈഞ്ചക്കൽ ജംഗ്ഷനിലെ മേൽപ്പാലം വന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ അപകടങ്ങൾ തുടർക്കഥയാകുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ബ്ലോക്കും ഭയങ്കര ഗതാഗത കുരുക്കുമായിരുന്നു. അങ്ങനെ ഒരു മേൽപ്പാലം വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച, അതായത് നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച ഒരാളെന്ന് പറയുന്നത് കൃഷ്ണകുമാർ ജിയാണ്. അദ്ദേഹമാണ് അതിനുവേണ്ടി അത്രയും എഫേർട്ട് എടുത്തത്. ഞാൻ ഈ പറഞ്ഞ ഇത് സത്യമല്ലേ? ഞാൻ എന്തെങ്കിലും ഇറങ്ങി തിരിച്ചാൽ ആ കാര്യം ഞാൻ തീർത്തിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അന്ന് ഞാൻ സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാലത്താണ് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഞാൻ ഡൽഹി പോകുന്നതിന് മുൻപ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡ്രോയിങ്സ് എടുത്തു. എല്ലാം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി സംസാരിച്ചു. അടുത്ത ദിവസം വീണ്ടും വരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആൾക്കാരുണ്ട്, എഞ്ചിനീയേഴ്സിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണ്? അപ്പോഴാണ് അറിയുന്നത് ഇതിനപ്പുറത്തോട്ടുള്ള 5 സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അതായത് ബേസിക്കലി ഹൈവേ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിൽ പോകാനുള്ള വഴി എന്നാണ്. അതിനകത്ത് ക്രോസിംഗ് വരാൻ പാടില്ല, സിഗ്നൽ വരാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഫ്ലൈ ഓവറിൽ, അണ്ടർപാസ്, വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെ വേണം കൊടുക്കാൻ. ഇവിടെ മാത്രം ഹൈവേയിൽ ക്രോസിംഗ് വയ്ക്കുന്നു. എത്ര പേര് അപകടത്തിൽ വഹിക്കും? ഒന്നാണ് അവിടെ 2 പ്രമുഖ ആശുപത്രികളുള്ളതാണ്. ഈ വിഷയം കൊടുത്തു. അവിടെ ഇരുന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ്, ഇവിടുത്തെ എൻ്റെ ഓർമ്മശരിയുടെ അന്ന് ആറുമായിട്ടിരുന്നത് മീന കുമാർ എന്ന് പറഞ്ഞു, അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ആക്ഷൻ വരുന്നു. ഒരു 3-4 മാസത്തിനകത്ത് പണി തുടങ്ങി. ഇതിപ്പോൾ ഫൈനൽ സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിനകത്ത് നമുക്കൊരു സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. നമുക്ക് ഏതൊരു രാഷ്ട്രീയക്കാരനെ പോലെ ഞാൻ ചിന്തിക്കുന്നത് നാളെ വിജയിക്കണം, സ്ഥാനമാനങ്ങളിൽ എത്തണം എന്നാഗ്രഹിക്കും. പലരും പറയില്ല, പക്ഷേ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. അധികാര സ്ഥാനങ്ങളിൽ വരണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. കാരണം അധികാരത്തിൻ്റെ ഭാഗമായാൽ മാത്രമാണ് ഇപ്പം ഞാൻ ഈ എടുത്ത എഫേർട്ടില്ലേ ഇതിൻ്റെ 4-1 സമയം കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇഞ്ചക്കൽ വിഷയമൊക്കെ ഞാൻ എൻ്റെ ദേഹത്തൊരു ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും. അതിലൊരു വിജയം വന്നപ്പോൾ എനിക്കിന്ന് മനസ്സിലായി നാളെ പലതും എനിക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അതൊരു സത്യമാണെന്ന് എനിക്കറിയാം. അതിനുള്ള രേഖകളുണ്ട്. അദ്ദേഹം എനിക്ക് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തലസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരായിരിക്കും മേയർ? സ്വാഭാവികമായിട്ടും ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ആദ്യം കാണിച്ചത് മുൻ DGP ആയിരുന്ന ശ്രീമതി ശ്രീലേഖ, പുള്ളിക്കാരുടെ പേരാണ്. പിന്നെ രാഷ്ട്രീയമാണ്, പലതരം ചർച്ചകൾ വരും. പാർട്ടി എന്ത് തീരുമാനിക്കും നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ അവരുടെ പേര് മുൻപന്തിയിൽ നിൽക്കുന്നു. പിന്നെ പലരുടെയും പേരുകൾ പൊന്തി വരുന്നുണ്ട്. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കാനാണ് സാധ്യത. പിന്നെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ആര് വന്നാലും എനിക്ക് ഓക്കെയാണ്. എങ്കിലും ഞാൻ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. സ്ത്രീകൾക്ക് അസാമാന്യമായ മാനേജീരിയൽ കപ്പാസിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് സ്ത്രീകൾ വരട്ടെ എന്നാണ് ആഗ്രഹം. ശരി, ഇനി കുറച്ച് കുടുംബ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും തിരക്കുള്ള ഒരാളാണ്. ഈ എല്ലാ വാർഡുകളിലും പോയി ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് മൊത്തം ബിസിയായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, അച്ഛൻ ഇനി ഇതൊന്നും ചെയ്യേണ്ട, അച്ഛൻ ഭയങ്കര ബിസിയാണ്, അച്ഛൻ ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയുള്ള പരാതികളൊക്കെ. എനിക്ക് വളരെയധികം പിന്തുണ തരുന്നൊരു ഫാമിലിയാണ്. എന്ത് ഞാൻ ചെയ്താലും അതിൻ്റെ കൂടെ നിൽക്കുന്നൊരു കുടുംബമാണ്. കാരണം അവരും ആലോചിക്കുന്ന വേറെ രീതിയിലാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ഉയർച്ച വന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ വലിയൊരു നടനല്ലായിരുന്നു, സിനിമയിൽ നടനായിരുന്നു, സീരിയലിൽ വന്ന് ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നടൻ എന്നുള്ള ലേബലിലാണ് എൻ്റെ മക്കൾ അറിയപ്പെട്ട് തുടങ്ങിയിരുന്നത്. അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വരുന്നു. അപ്പോഴും ഇപ്പോൾ ഞാൻ എന്ത് സ്ഥാനം വഹിക്കുന്നു എന്ന് ചോദിക്കാം. പക്ഷേ ഇന്ന് ആൾക്കാർ എവിടേക്കോ ഇഷ്ടപ്പെടുന്നതാണ്. 2 ഇലക്ഷൻ നിന്നു, പരാജയപ്പെട്ടെങ്കിലും നല്ല വോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ജനപിന്തുണയുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ മക്കളായിട്ട് അറിയപ്പെടുന്നതും അവർക്കത് ഇഷ്ടം തന്നെയാണ്. ഞാൻ ഈ ഇലക്ഷനൊക്കെ പോയിട്ട് ഈ റിസൾട്ടിന് കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇവരുടെ ഇപ്പോഴത്തെ ലോക്കൽ ബോഡി നടക്കുമ്പോൾ എന്നേക്കാൾ ടെൻഷൻ ഭാര്യയ്ക്കും മക്കൾക്കായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ എല്ലാ പ്രവർത്തനത്തിനും അവർ കൂടെ നിൽക്കുന്നവരാണ്. പിന്നെ സമയം നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ്. നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രിക്ക് 24 മണിക്കൂറാണ്. അദ്ദേഹത്തിന് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എത്രയോ സമയം ബാക്കി ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എനിക്ക് കുറച്ചുകൂടി ജോലി വേണം എന്നുള്ളൊരാളാണ്. അതുകൊണ്ട് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയാണ്. അവർക്ക് അങ്ങനെ ഒരു പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല.
ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് അല്ലെങ്കിൽ ആൾക്കാർ എപ്പോഴും തിരയുന്നത് ഓമിയുടെ വിശേഷങ്ങളാണ്. അപ്പം ഓമിയോടൊപ്പം സമയം ചെലവഴിക്കാനൊക്കെ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞൊരു അവർ ലേറ്റായിട്ട് കിടക്കുന്നവരും ലേറ്റായിട്ട് എണീക്കുന്നവരാണ്. ഞാനാണെങ്കിൽ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുന്നവരാണ്. അപ്പം ഞാൻ കിടക്കുമ്പോൾ ഇവരെത്തിക്കാണില്ല, ഞാൻ എണീറ്റ് പോകുമ്പോൾ ഇവരുറക്കമായിരിക്കും. എങ്കിലും ചിലപ്പോൾ സിന്ധു വിളിച്ചവരും ഇന്നവർ നേരത്തെ വരുന്നുണ്ട്, ഞാനിവിടെ നിന്ന് പറന്നു പോകും. ഏതെങ്കിലും പരിപാടി കഴിഞ്ഞ ഉടനെ ചെന്നാൽ സ്വാഭാവികമായിട്ടൊരു ഇഷ്ടമുള്ളൊരു കാര്യം. കാരണം 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു അപ്പൂപ്പൻ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ഫാദർഷിപ്പ് എന്ന ഒരു സാധനം അനുഭവിക്കാനും ഒരു യോഗം ദൈവം തന്നല്ലോ. നമുക്ക് ആയുസ്സും ആരോഗ്യം കിട്ടിയോണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്. 2 പെൺകുട്ടികളെ വളർത്തി നല്ല ശീലമാണ്. നമ്മുടെ വീട്ടിലൊരു ആൺകുട്ടി എന്താണെന്ന് അറിയില്ല. പിന്നെ അച്ഛൻ ആയിരുന്ന കാലത്ത്, മീൻസ് ഞാനൊരു പിതാവായിരുന്ന കാലത്ത് നമ്മൾ പണത്തിന് വേണ്ടി ഓട്ടമാണ് കുടുംബം നടത്താൻ. അപ്പം നമ്മുടെ മക്കളെ ഇത്രയും സ്നേഹിച്ചും ക്ഷമയോടെയും എടുത്തു വെച്ചിട്ടില്ല. ഇന്നിപ്പോൾ സമയമുണ്ട്, കുറച്ചൊരു പ്രായവും പക്വതയും നമുക്ക് വന്നുകൊണ്ട് വളരെ രസമാണ്. ഇപ്പോഴായാലും അയ്യോ അന്ന് മക്കളെ കുറച്ചുകൂടി നല്ലപോലെ സ്നേഹിക്കാമായിരുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ട്. ആ പോരായ്മകളൊക്കെ ഇവനിലൂടെയാണ് നമ്മൾ തീർത്ത് സമാധാനം കണ്ടെത്തുന്നത്. അതുകൊണ്ട് അവൻ തരുന്നൊരു സന്തോഷം ഒരു രക്ഷയില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അഹാനയുടെ കല്യാണം എപ്പോഴായിരിക്കും എന്നുള്ളത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ച ഒരാളാണ്, എന്നെ ആരും നിയന്ത്രിച്ചിട്ടില്ല. എനിക്കിത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ആലോചിക്കും മറ്റൊരു ആത്മാക്കൾ, മറ്റ് 4 മനുഷ്യജന്മങ്ങൾ വീട്ടിലുണ്ട്, അവരും അതുപോലെ ജീവിക്കണം. അവരുടെ ഇഷ്ടത്തിന് അവർക്കിഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന ആഗ്രഹം. അതുകൊണ്ട് അവരോട് എപ്പോഴും പറയും, എന്നെ സംബന്ധിച്ചിടം തടസ്സങ്ങളില്ലാത്ത ഒരാളാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് എപ്പോഴാണോ അത് പറഞ്ഞേക്കുക. അവരെൻ്റെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരാളൊന്ന് പറഞ്ഞു എനിക്കിങ്ങനെ കല്യാണം കഴിക്കണം, ഞാൻ കഴിച്ചോളൂ. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കുറച്ച് ചെറിയ രീതിയിൽ നടത്താനാണ് ആഗ്രഹം. ഞാൻ സന്തോഷം, അച്ഛനും അമ്മയും പൈസ ചിലവാക്കണ്ട, ഞാൻ അതിൽ കൂടുതൽ സന്തോഷം. മറ്റു മക്കൾക്കും പറഞ്ഞ് നീ ഒച്ചത്തി പറ, അവരും കൂടി കേട്ടോട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മറ്റു 3 പേരും കൂടി പാലിച്ചാലും വളരെ സന്തോഷം. അതുകൊണ്ട് ഇതിലൊന്നും ഇതിൽ അവർക്ക് ഇഷ്ടമുള്ള നാളെ വന്നു കഴിഞ്ഞാൽ നാളെ കിട്ടും. ഹാനയുടെ കല്യാണ സമയത്ത് കൃഷ്ണകുമാർ MLA എന്ന പദവിയായിരിക്കുമോ? അത് അവർക്ക് യോഗമുണ്ടെങ്കിൽ അത് എനിക്ക് അടിച്ച് കിട്ടും. അതുകൊണ്ട് അങ്ങനെ അവർക്കൊരു യോഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതായാലും വളരെയധികം സന്തോഷം. ഇത്രയും നേരം നമുക്കിപ്പം എല്ലാ വിശേഷങ്ങളും രാഷ്ട്രീയമായാലും കുടുംബവിശേഷങ്ങളുമായാലും പങ്കുവച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും ഇനി മുന്നോട്ടുള്ള പാതയിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. എനിക്ക് അമൃത TV എന്നുള്ളതിനേക്കാൾ ഈ അമൃത എന്നുള്ള വാക്കിനോടൊരു ഇഷ്ടമെന്ന് വെച്ചാൽ അമ്മയുമായിട്ട് വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ സഹോദരനായ സുരേഷുമായിട്ട് 31 കൊല്ലത്തെ ബന്ധമാണ്. അതുകൊണ്ട് വളരെയധികം ചേർന്ന് പോകുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ അമൃത TVയിൽ ഇത്ര നേരവും ഐശ്വര്യയോടൊപ്പം ഐശ്വര്യമായിട്ടിരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷം. എല്ലാ അമൃത TV പ്രേക്ഷകർക്കും മുന്നിൽ വരാൻ പോകുന്ന ക്രിസ്മസിനും പുതുവർഷത്തിൻ്റെയും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്തേ.